കുറേ പേര് അറിയാം, ഞാനിപ്പോൾ ചെറുതായിട്ട് എയറിലാണ്. ഇപ്പോൾ എയർന്ന് മാറി സ്പേസിലേക്ക് ആവുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. സത്യമായിട്ട് ഞാൻ ഓക്കെയാണ്. സത്യാവസ്ഥ പറയട്ടെ, ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞങ്ങളെ സത്യാവസ്ഥ പറയാം. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10-15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, എവിടെ വന്ന് നിൽക്കാൻ പറ. എൻ്റെ കാര്യം കൊണ്ടല്ല, അവർക്ക് ഇതുപോലെ പണിത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാധനം. അപ്പോൾ അത് കാരണം അതിൻ്റെ കോൺസിക്വൻസസ് അവർക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ മാത്രമല്ല, വേറെ അതേ വിക്ടിംസ് ഉണ്ട്. ഈ മകൾ കാണിക്കുന്ന ഈ തോന്നിവാസം കാണുന്നില്ലേ? ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് കംപ്ലൈന്റ് എല്ലാത്തിനും ഞാൻ കൂട്ടുന്നു. മദർ അമ്മ എന്ന നിലയിലും പറയാറുണ്ട്, അമ്മ പെമ്മക്കൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരെ പഠിപ്പിക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള ടൈമാക്കി കൊടുക്കുക. അത് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിന്റെ കുഴപ്പം ആർക്കാണെന്ന് ഈ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഹലോ, ആയ മുകേഷ് രാധാമാധവ്. ഇപ്പോൾ സമൂഹത്തിൽ കണ്ടുവരുന്നൊരു കാഴ്ചയാണ്, ആരുടെയെങ്കിലും വസ്ത്രധാരണം ഇല്ലെങ്കിൽ ആ ഇടുന്ന വസ്ത്രം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെ ആക്ഷേപിക്കുക, അത് അവരുടെ അമ്മയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക, ഇല്ലെങ്കിൽ ഇവർ നീതിയില്ലാതെ പെരുമാറുന്നു, ഇത് കണ്ടല്ലേ പുതിയ തലമുറ പഠിക്കുന്നത്, ഇവിടെ പീഡനം നടക്കുന്നത് ഇതുകൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ചിലരുടെ വസ്ത്രധാരണത്തെ ചിലർ വിമർശിക്കുന്നുണ്ട്. അവിടെയൊക്കെ എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമത്തെക്കുറിച്ച് അറിയത്തില്ല, ഇല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരാണോ എന്ന് വരെ ചിന്തിച്ചു പോകും. കാരണം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. ഒരാളുടെ വസ്ത്രധാരണത്തെ നോക്കി കുറ്റം പറയുകയും അവരെ ജഡ്ജ് ചെയ്ത് സമൂഹത്തിൽ എന്തോ ഇവർ കൊള്ളാത്ത കാര്യങ്ങൾ ചെയ്യുന്നു എന്ന നിലയിലേക്ക് വരുത്തി തീർക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരും. അതും ആലോചിക്കണം, നമ്മുടെ മൗലിക അവകാശമായ ഒന്ന്, അതിനെ എതിർക്കുകയാണ് അവർ ചെയ്യുന്നത്. കുറച്ച് ദിവസം മുമ്പ് മെൻ്റലി പേഴ്സണൽ ലൈഫിൽ കുറച്ച് മെൻ്റലല്ല പേഴ്സണൽ ലൈഫിൽ കുറച്ച് തകർച്ച ഒരു വന്നു. പേഴ്സണൽ ലൈഫ് അങ്ങനെയുള്ള അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പോൾ ഡൗണിലായിരുന്നു ഞാൻ. ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ഫോർ ദ ഫസ്റ്റ് ടൈം ഐ വിൽ ടേക്ക് ഇൻസ്റ്റാഗ്രാം ബ്രേക്ക്. ഒരു ഇൻസ്റ്റാഗ്രാം ബ്രേക്ക് എടുത്ത്, കാരണം ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദ ബർഡൻ ഓഫ് പോസ്റ്റിംഗ് എവറി ഡേ ആൻഡ് മേക്കിംഗ് യു ഗൈസ് ഹാപ്പി. ഐ ഡോണ്ട് വോണ്ട് ദാറ്റ്. യൂഷ്വലി മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഡു ദാറ്റ്. ഐ ടേക്ക് ദി ഇനിഷ്യേറ്റീവ് ടു പോസ്റ്റ് ടു മേക്ക് യു ഹാപ്പി. നിങ്ങളുടെ കുറച്ച് പേരുണ്ട് എൻ്റെ കോൺഫിഡൻസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. ബ്രേക്ക് എടുത്തു. അല്ലെങ്കിൽ അയ്യോ എന്ത് പറ്റി എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോസ്റ്റ് ഒന്നും ചെയ്യുന്നതെന്ന് വെച്ചു. അടുത്ത ദിവസം ഞാനങ്ങ് എയർലൈൻ, ഞാൻ പേരുമാണെന്നും പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ് മൈ എനർജി അങ്ങോട്ട്, ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദാറ്റ് നെഗറ്റീവ് എനർജി ബൈ സേയിങ് ദ നെയിംസ്. ബട്ട് ഐ സേ ദിസ് ഫോർ വൺസ്. അത് ഞാൻ ഒരിക്കലും പറയില്ല. അത് കഴിഞ്ഞ് ഞാനത് കണ്ടില്ല ഫുള്ള്, കുറച്ച് ബിക്കോസ് ഇറ്റ് വാസ് വെരി മച്ച്. നമ്മളെന്തോ എന്തത് ഈ മറ്റേ ചട്ടുകത്തിൽ എണ്ണയിൽ കടുകിടുമ്പോൾ പൊട്ടൂലേ, അതിൻ്റെ കൂടെ വെള്ളം കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊട്ടി അങ്ങ് അതുപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് ഡോണ്ട് റിയാക്ട്, ഇറ്റ്സ് ഫൈൻ. ഇതുപോലെ വന്നിട്ടില്ല, പക്ഷേ സംവാട്ട് വെരി സിമിലർ. കാം ഡൗൺ, ലെറ്റ്സ് ടേക്ക് എ ചിൽ പിൽ, കണ്ടിന്യൂ വിത്ത് മൈ ലൈഫ്. ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ എനിക്ക് ഇത് ആക്ച്വലി ഇറങ്ങിയപ്പോൾ ഫുള്ള് കാണാത്തതുകൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വില ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, കാലിൻ്റെ അടിയിലെ പൊടിയുടെ വില എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. പക്ഷേ then I later came to know that this was affecting, I mean yes, it was affecting എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേരുണ്ടായിരുന്നു. but they were also busy with their life. They were like, it's fine, you know, നമുക്ക് ഇഗ്നോർ അടിക്കാം. Because I don't want to waste my energy on someone like this. I would use my energy to keep these flowers alive. This makes more sense. ഞാൻ പറഞ്ഞ മനസ്സിലായി. I don't want to put my energy on that. I'm not calling that a human. That is something else. അത് വേറെ എന്തോ ജീവിയാണ്. അതായത് നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് അത് നമ്മുടെ അവകാശമാണ്. അതിനെയാണ് ഇവരെ എതിർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ എന്തിനെയാണ് എതിർക്കുന്നത്? നമ്മുടെ ഭരണഘടനയാണ് ഇവർ എതിർക്കുന്നത്. അവിടെയൊക്കെ ഇവരെ നമുക്ക് കാണാൻ കഴിയുന്നത് പഴഞ്ചൻ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിട്ട് മാത്രമാണ്. ഇവിടെ ഇപ്പോൾ അതിൻ്റെ അവസാന ഏരിയയായിട്ട് മാറിയിരിക്കുന്നത് മഞ്ജു പിള്ളയുടെ മകളായ ദയാ സുജിത്താണ്. അതും ആലോചിക്കണം, 2023 പോസ്റ്റ് ചെയ്തൊരു പിക്ചർ വെച്ചാണ് ഇവരൊക്കെ ഇതിനെ വിമർശിക്കുന്നതും ഇവരെ സമൂഹത്തിലേതോ വലിയ കുറ്റം ചെയ്യുന്നവരാണെന്നും അതുപോലെ തന്നെ നീതിയില്ലാതെ പ്രവർത്തിക്കുന്നവരൊക്കെയാണെന്നാണ് പലരും വാക്കുകൾ വളച്ചൊടിച്ച് പറയുന്നത്. എന്തായാലും അങ്ങനെയുള്ള ഒരു വിമർശനത്തെ നമുക്കൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. സോ ഇതല്ലാതെ വേറെ കുറേ ആൾക്കാർ, ആണുങ്ങൾ, കണ്ടതിൽ വെച്ച ആണുങ്ങൾ, ഒരാൾ വന്നിട്ട് ഇനി കോമഡിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആണുങ്ങൾ വന്നിട്ട് ചിലർക്ക് ഇവരുടെ ഫോറാണ്, ചിലർ എൻ്റെ അഗെയിൻസ്റ്റ്. Completely fine to have their opinion, but certain things and ways are not accepted. Not accepted, darling. So the best part is
ഇസ് ദാറ്റ് ദ ലവ് ഐ എം ഗെറ്റിംഗ് ഫ്രം പീപ്പിൾ. കുറേ പേര് ഇത് കണ്ട് എന്നെ അറിയുന്നവരുണ്ട്. അപ്പം ഇത് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ മോളെ നീ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് കുറേ ലവ്സ് കിട്ടുന്നുണ്ട്. ഏറ്റവും കുറേ പേര് എനിക്ക് പേഴ്സണലി കുറച്ച് സെലിബ്രിറ്റീസ്, ഞാൻ ഫോളോ ചെയ്യാത്ത കുറച്ച് സെലിബ്രിറ്റീസ് എനിക്ക് മെസ്സേജ് അയച്ചു. They feel they're acknowledging it. They are like, we are with you. You are doing good. Keep continuing this. Getting a lot of love. Even my family, friends who called to check up on me. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് ഇത് എന്തോ പിന്നെ തള്ള വൈബ്, ആന്റി വൈബ്, മുത്തശ്ശി വൈബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡീഗ്രേഡ് ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾ ആ ഒരു ഗണത്തിൽ പെടുത്തിയാൽ മതി. ശരിയാണ്, ഒരു മുത്തശ്ശി വൈബ് എന്ന് തന്നെ എനിക്ക് പറയാനുണ്ട്. ഞാനിത് അല്ല, ഇവിടെ പറയുന്നുണ്ട് സമൂഹത്തിൽ നടക്കുന്ന വിപത്ത് എന്ന്. ഒരു വസ്ത്രധാരണം എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു വിപത്തായിട്ട് മാറുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരാളുടെ വസ്ത്രധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മാത്രം അവകാശമാണ്. അത് അയാളിൽ മാത്രം ഒതുങ്ങുന്നതാണ്. അതെങ്ങനെ സമൂഹത്തിന് വിപത്തുണ്ടാവും? അത് വിപത്താണെന്ന് പറയുന്നവർക്കായിരിക്കും എന്തെങ്കിലുമൊക്കെ കുഴപ്പമുള്ളത്. ഇവിടെ വസ്ത്രധാരണം സമൂഹത്തിനൊരു വിപത്തല്ല. അതാദ്യം മനസ്സിലാക്കുക. അതറിയാത്തതിൻ്റെ കുഴപ്പമാണ്. കാരണം അതിനെ തന്ത വൈബ്, തള്ള വൈബ് എന്നല്ല പറയേണ്ടത്, അറിവില്ലായ്മ എന്ന് തന്നെ പറയണം. പക്ഷേ നെപ്പോ കിഡ്സ് ആയിട്ടുള്ള കുറെ കുട്ടികൾ കാണിക്കുന്ന പോക്കൃത്തരം. വസ്ത്രധാരണം ഒരു പോക്കൃത്തരമാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് എങ്ങനെയാണ് പോക്കൃത്തരമാകുന്നത്? അത് നിങ്ങളുടെ മനസ്സിൻ്റെ കുഴപ്പമാണ്. നിങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അറിഞ്ഞോ ഇല്ലയോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അതിനുശേഷം ഇവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കിയിരുന്നു. ആ ഭരണഘടന വായിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയത്തില്ല. ഇതൊന്നും പോരാനിട്ട് കമൻസ് കുറേ വന്നിട്ടുണ്ടായിരുന്നു. ഈ കമൻസിനെ അതെടുത്ത് വെച്ചിട്ട് അവൾ പറയുന്നതാണ്, ഈ സുജിത്ത് വാസുദേവനിക്ക് ഇത് കണ്ടിട്ട് ഒന്നും തോന്നിയില്ലേ? അവളെ കമൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഇതെല്ലാം അവള് പിന്നെ ഇതായിട്ടാണ് ഇട്ടിരിക്കുന്നത്. കോലം കണ്ടില്ലേ? എന്തിനാടി അതും കൂടെ മറച്ചു വയ്ക്കുന്നത്? നീ അതും കൂടെ തുറന്ന് കാണില്ലേ? അതും കൂടെ തുറന്നാണ് ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് വന്ന കമന്റ്. ആഗ്രാമിൽ നിന്ന് പൈസ കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോന്നും അതിന്റെ ഒരു കോപ്പി പോലെ ഫേസ്ബുക്കിലേക്ക് ഇതാവും. ഫേസ്ബുക്കിൽ നിന്ന് മണി കിട്ടുന്നുണ്ടോ? ആൻഡ് പിന്നെ മണി കിട്ടാൻ അല്ലെങ്കിൽ പിന്നെ നീ എന്തിനായി തുറന്ന് കാണിക്കുന്നത്? ഇതെന്താണെന്നറിയാമോ? മോഡേണിസം തലയിൽ കയറിയിട്ട് സംഭവിച്ച ഒരു തരം വൃത്തികെട്ട സോക്കേടാണ്. ഈ സോക്കേടിന് നല്ല തെരച്ചി വാല് കിട്ടും. അത് വെച്ചാണ് പൊട്ടിക്കേണ്ടത്. മുൻപ് കാലഘട്ടങ്ങളിൽ നമ്മുടെ പേരൻസ് ഒക്കെ തന്നെ നമ്മൾ ചുരിദാർ ഇടുന്നില്ലേ? ഞാൻ ചുരിദാർ ഇടുന്ന സമയത്ത് ഞാനൊക്കെ നമ്മുടെ നാട്ടിൽ ആദ്യം ചുരിദാർ ഇട്ടത് ഞാനാണ് ഓർത്തോളുക. ഇത് ഇടുമ്പോൾ തന്നെ എന്തെല്ലാം പറയും, കാൽസറേറ്റുണ്ട്, ഇറങ്ങിയിരിക്കും, കാൽസറേറ്റുണ്ട്. ഈ രീതിയിലുള്ള ടോണുകൾ, സംസാരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വസ്ത്ര സ്വാതന്ത്ര്യമാണ്. എപ്പോഴാണെന്നറിയാമോ? മറ്റുള്ളവർക്ക് അരോചകമാകാതിരിക്കുന്നവർ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ അരോചകമായി വസ്ത്രധാരണം ചെയ്താൽ പബ്ലിക് ന്യൂസ് എന്താണ്? നിങ്ങൾ സ്ത്രീകളെ അപമാനിക്കാനായിട്ട് ഇറങ്ങാൻ ഇവളെയൊക്കെ ഉണ്ടാക്കി തള്ളിയോളമാരെ വേണം പഠിക്കാനായിട്ട്. ഖലി വരുന്നേ ഇത് നമുക്ക് മര്യാദയ്ക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരടുത്താണ്. ഇത് ജനറേഷൻ ഗ്യാപ്പ് അല്ല. അവരുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ അവരെ വീട്ടിൽ കാണിക്കണം. അവർ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഉരിഞ്ഞ് കാണിക്കട്ടെ. പബ്ലിക്കിൽ ഒന്ന് ഇതുപോലെ കാണിക്കുമ്പോഴത്തേക്ക് അടുത്ത കുട്ടികൾ ഇത് റോൾ മോഡലാക്കും. ഇത് കണ്ടിട്ട് ആ കൊള്ളാല്ല, സുജിത്തിന്റെ മോൾ അങ്ങനെ കാണിച്ചത്, മഞ്ജു പിള്ളയുടെ മോക്ക് അത് കാണിച്ചാൽ പിന്നെ എനിക്കെന്ത്? അമ്മച്ചി എനിക്കൊരു ജട്ടി മടി വേണ്ട, ഞാൻ അതിട്ടുണ്ടാണ് നടക്കാൻ പോണം. ഈ കണ്ടെടുത്ത് പോയി വെള്ളം കളയുന്ന കുറേ അവന്മാർക്ക് ഇത് കാണുമ്പോൾ എന്തോ തോന്നും. അതിൽ നിന്ന് മാറി ആ വ്യത്യാസങ്ങൾ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി എഫർട്ട് എടുക്കുന്ന മനുഷ്യരെ നോക്കി കൊഞ്ഞണം കാണിക്കരുത്. മരിച്ചുപോയ നമ്മൾക്കൊക്കെ മാറി മറക്കാനുള്ള സ്വാതന്ത്ര്യം നേടി തന്ന അങ്ങേലിയെ ഓർത്തു നോക്ക്. ചരിത്രം പഠിച്ചൂടെ കൊച്ചേ? ഒരു 4 അക്ഷരം പഠിക്കാൻ നോക്ക്, 4 അക്ഷരം വായിക്ക്, പൊതുസമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ. മാറി മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നേടിത്തന്നു എന്ന് പറയുന്നത്, അവിടെയൊക്കെ മാറി മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താണ് അവിടെ വ്യക്തമാകുന്നത്? അത് സമൂഹത്തിലെ തട്ടുകൾക്കെതിരെയുള്ള സമരമായിരുന്നു, അല്ലാതെ മാറി മറയ്ക്കാൻ വേണ്ടിയുള്ളതല്ലായിരുന്നു. കാരണം ഉയർന്ന ജാതിയിലുള്ളവർക്ക് മാത്രമേ മാറി മറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതിനെ മാറ്റി ചിന്തിപ്പിക്കുന്ന ഒരു സമരമായിരുന്നു, അല്ലാതെ മാറി മറയ്ക്കാൻ വേണ്ടിയല്ല. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ഇവിടെ ഉണ്ടായിരുന്ന പല സമരങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു. അല്ലാതെ മാറി മറയ്ക്കാൻ വേണ്ടി സമരം ചെയ്തു എന്നല്ല അർത്ഥമാക്കേണ്ടത്. മാറി ഇഷ്ടമുള്ളവർക്ക് മറയ്ക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് മറയ്ക്കണ്ട. പക്ഷെ അവിടെ ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേർതിരിവ് കാണിക്കുന്നത് കൊണ്ടാണ് അതിനെതിരെ സമരം ചെയ്തത്. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് മാറ്റിയത് എന്തുകൊണ്ടാണ്? അത് അവിടെയുള്ള ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം കയറാൻ കഴിയത്തുള്ളൂ എന്നുള്ളൊരു വിഭജനം വന്നതുകൊണ്ടാണ്. അല്ലാതെ ഇഷ്ടമുള്ളവർക്ക് ക്ഷേത്രത്തിൽ കയറാം, കയറാത്തവരും കാണും. അല്ലാതെ എല്ലാവരെയും പിടിച്ച് ക്ഷേത്രത്തിനകത്ത് കയറ്റുക എന്നുള്ളതല്ല ഉദ്ദേശം. ഇഷ്ടമുള്ളവർക്ക് ക്ഷേത്രത്തിൽ കയറാം, മറ്റുള്ളവർ കയറണ്ട. മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോകണ്ട. അതുപോലെ തന്നെയാണ് മാറി മറയ്ക്കലും. ഇഷ്ടമുള്ളവർക്ക് മാറി മറയ്ക്കാം, അല്ലാത്തവർക്ക് മറയ്ക്കണ്ട. അല്ലാതെ എല്ലാവരെയും പിടിച്ച് മാറി മറപ്പിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. വിവരമില്ലാതെ സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പങ്ങളുടെ. എന്തിനു വേണ്ടിയാണ് സമരം ചെയ്തതെന്ന് പോലും അറിയാതെ ഒരു വിവരമില്ലാതെ സംസാരിക്കുന്ന രീതിയാണത്. ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർക്കുള്ള, അതായത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഞ്ജു പിള്ളയോടാണ് എൻ്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്ക് അതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? ഈ കയറൂരി വിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രധാരണം നടത്തുന്നതിനെയാണോ കയറൂരി വിടുക എന്ന് പറയുന്നത്? ഇത് കേട്ടാൽ നമുക്ക് തോന്നുന്നത് വായിൽ വരുന്ന വാക്കുകളെ കൂട്ടിച്ചേർത്ത് ഒരാളെ അങ്ങ് അപമാനിക്കുന്ന രീതിയിലാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ആദ്യത്തെ 2 വാക്കുകൾ കേട്ടപ്പോൾ തന്നെ എനിക്കിതിൽ നിന്ന് ഇതാണ് മനസ്സിലാവുന്നത്. ഇനി അങ്ങോട്ട് എന്താവുകയാണെന്ന് അറിയത്തില്ല. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, കുട്ടികളുടെ വിചാരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ വിചാരം, തുണി പറിച്ചങ്ങോട്ട് എറിയണാണ് സ്വാതന്ത്ര്യം എന്ന്. ഇതൊക്കെ നിങ്ങളെ ആരായി പഠിപ്പിക്കുന്നത്?
ഈ തുണി പറിച്ചെറിയലാണ് സ്വാതന്ത്ര്യം. കുട്ടികളുടെ വിചാരമൊക്കെ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. അതും പറയുന്നത് അവരെല്ലാം വിചാരിക്കുന്നത് തുണി പറിച്ചെറിയുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇവരെ പോലുള്ളവരാണ് സമൂഹത്തിന് തെറ്റായുള്ള ഇൻഫോർമേഷൻ നൽകുന്നത്. എന്താണ് വസ്ത്രധാരണം, അതിലെന്തെങ്കിലും ഡ്രസ് കോഡ് ഉണ്ടോ, അത് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ഒന്നാണോ, ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശങ്ങളിൽ ഒന്നാണോ എന്ന് പോലും അറിയാത്ത വ്യക്തിയെടുത്ത് എന്ത് പറയാനാണ്? ഇവരെ പോലുള്ളവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം വസ്ത്രം ഊരി എറിയുക എന്നാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ സൈക്കിൾ ചവിട്ടുന്നത് പോലും പ്രശ്നമായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ ആദ്യത്തെ സൈക്കിൾ ഉപയോഗിച്ച വ്യക്തിയാണ്, ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത വ്യക്തിയാണ്. ഇതിനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് മോശം കേട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ നാട്ടിലെ വിവരമില്ലായ്മ എന്ന് തന്നെ പറയണം, അല്ലാതെ വേറൊന്നും പറയാക്കത്തില്ല. ഇവിടെ വിവരമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മ, അവർക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് ഇല്ലാത്തത് കൊണ്ടാണ്. എന്താണ് വസ്ത്രധാരണമെന്നും അതിലെ സ്വാതന്ത്ര്യം എന്താണെന്നും അറിവില്ലായ്മ കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. അത് കേട്ട് വളർന്ന ആളായതുകൊണ്ടായിരിക്കും ഇങ്ങനെ കിടന്ന് പറയുന്നത്. ആ നാട്ടിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന എൻ്റെ അമ്മയാണ്. ആദ്യമായിട്ട് 18 വയസ്സിൽ ജോലി കിട്ടി അവർക്ക് സർവേ ഡിപ്പാർട്ട്മെന്റിൽ. ഇതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് എടുത്ത് ഒരു ജാതി ഒരു മതമൊക്കെ ഇതിനകത്ത് ഇടിച്ചു കയറ്റേണ്ട ആവശ്യം വല്ലതുണ്ടോ? ഇവിടെ ഒരു വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത് ആ നാട്ടിലെ ജോലിക്ക് പോകുന്ന മുസ്ലിം സ്ത്രീകളിലെ ആദ്യത്തെ വനിത. ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇതും അതും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ല, അവിടെ ഒരു മതത്തെ പിടിച്ചിടേണ്ട ആവശ്യം എന്താണ്? ഇല്ലാത്തൊരു കാര്യം വെച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് എനിക്ക് തോന്നിയത്. മതത്തെ പിടിച്ചിട്ടു ജോലിക്ക് പോകുന്ന ആദ്യത്തെ വനിത, ഇതും ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമായിട്ട് എന്താണ് ബന്ധമുള്ളത്? ഒരാൾക്ക് ജോലിക്ക് പോകണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ പോകും. ഒരാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ആ വസ്ത്രം ധരിക്കും. അത് മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നത് അത് അവരുടെ വിവരമില്ലായ്മ കൊണ്ടാണ്, അല്ലാതെ അതിനെ വേറൊന്നും പറയാൻ കഴിയത്തില്ല. അപ്പം അങ്ങനെ റെവല്യൂഷൻ ഉണ്ടാക്കിയ കുടുംബമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്ന ആ എക്സ്പീരിയൻസാണ് പറയുന്നത്. അതിന് പിറകിൽ ഞങ്ങൾ അനുഭവിച്ച സ്ട്രഗിൾ, ഞാനായാലും എൻ്റെ അമ്മയായിരുന്നാലും ഒക്കെ അനുഭവിച്ച സ്ട്രഗിൾ. അതെ, റെവല്യൂഷൻ ഉണ്ടാക്കിയ കുടുംബം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം ചെയ്യുന്ന പ്രവൃത്തിയോ അതിന് വിപരീതമായിട്ട്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിന് വിപരീതമായിട്ടുള്ള കാര്യമാണെന്ന് ഇവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അത് ഇവരുടെ കുഴപ്പമല്ല, ഇവരുടെ ചിന്തകളിൽ അത് അങ്ങനെയാണ്. അതിനെ മാറ്റിയെടുക്കാനൊന്നും കഴിയത്തില്ല. ഇതിനെതിരെ പറയുന്നവർക്കെതിരെ അവർക്ക് ദേഷ്യവും തോന്നും. അതിനെ നമുക്ക് കുറ്റവും പറയാൻ കഴിയത്തില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. പഠിപ്പിച്ച പെണ്ണ് വീട്ടിൽ ചോറും കറിയും വെക്കുന്ന സിനാരിയോ കാണുന്നുണ്ട്. അവൾ പറയുന്ന കുടുംബമാണ് വലുത്, കുടുംബത്തിന്റെ ഇതാണ് എൻ്റെ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി കുടുംബമാണ് വലുതെന്ന് പറയുന്ന ഇടത്താണ് ഫെമിനിസത്തിന്റെ ഡെപ്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിനപ്പുറം ഒന്നും ഒരു കുടുംബവും ഇല്ല. അതൊക്കെ അങ്ങനെ ചിന്തിച്ച് കൂട്ടി വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. വ്യക്തിയെക്കാളും വലുത് കുടുംബമാണ് എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിനുശേഷം മാത്രമേ ഉള്ളൂ കുടുംബത്തിൻ്റെ പ്രാധാന്യം. അല്ലാതെ കുടുംബത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ളതൊക്കെ പഴയ പലരും പഠിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു രീതിയാണ്. അത് ശരിയാണെന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ മറ്റൊരാളുടെ അണ്ടറിൽ അയാളുടെ എച്ചിൽ തിന്ന് അയാൾ കാണിക്കുന്ന പോക്കൃത്തരം അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന ഓരോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ റെവല്യൂഷൻ നടത്തേണ്ടി വരുന്നത്. സ്വന്തം ലൈഫ് പണയം വെച്ചിട്ടും അതിനകത്ത് ഉണ്ടാകുന്ന മോശങ്ങൾ, കഷ്ടതകൾ, തേണ്ടിത്തരങ്ങൾ കേട്ടിട്ട് നമ്മൾ അതിനു വേണ്ടി നിലകൊള്ളുന്നത്. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ആ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ തീട്ടങ്ങളൊക്കെ ഒഴുകിയാണ്. ഇവിടെ ഇവരെന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യം ഉണ്ടാക്കിക്കൊണ്ട് വരുവാന്നോ? അല്ല, ആരെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യം തരണോ? നമുക്കിവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇനി എന്തിനാണ് സ്വാതന്ത്ര്യം ആരെങ്കിലും തരേണ്ട ആവശ്യം? എനിക്ക് ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കണമെങ്കിൽ എൻ്റെ അമ്മ സ്വാതന്ത്ര്യം തരണം എന്നെഴുതിയ ഒപ്പൊക്കെ ഇട്ട് അമ്മയുടെ സ്വാതന്ത്ര്യം മേടിച്ചിട്ട് വേണം ആ ഡ്രസ്സ് ഇടാൻ. ആ രീതിയാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്നിട്ട് മോശമായിട്ടൊരു ഭാഷയും അതിനകത്ത് എന്തോ കലക്കി ഒഴിക്കുന്നു. ഇതൊക്കെയാണ് ഏറ്റവും വലിയ കുഴപ്പം. വിദ്യാഭ്യാസം ഇല്ലായ്മ എന്ന് പറയാം, ഇല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് പോലും അറിയാതെയാണ് ഇവരിവിടെ വന്ന് സംസാരിക്കുന്നത്. ഈ പെൺകുട്ടി കാണിക്കുന്ന പോക്കൃത്തരം കണ്ടാലോ എന്തൊക്കെയാണ് അതിന്റെ ഡ്രസ് കോഡ്? ആദ്യം പറയട്ടെ, ഇവിടെ ഒരു ഡ്രസ് കോഡും ഇല്ല. ഇവർ പറയുന്നതിൻ്റെ ഇവിടെ എന്ത് ഡ്രസ് കോഡാണ് ഇവിടെ ഉള്ളത്? അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. ഇവിടെയൊക്കെ എന്ത് ഡ്രസ് കോഡാണ് ഉള്ളത്? അതും കൂടെ ഒന്ന് പറയേണ്ടതായിരുന്നു. കാരണം അവിടെ ഒരു ഡ്രസ് കോഡ് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് എങ്ങനെ വിവരിക്കാൻ കഴിയും? എൻ്റെ ആ ഒരു മാനസിക പ്രയാസം കൊണ്ടായിരിക്കും കൃത്യമായ വാക്കുകൾ വരാത്തത്. ഞാൻ കൃത്യമായി പറയാം. കൃത്യമായ വാക്കുകൾ വരാത്തതെന്ന് വെച്ചാൽ അറിവില്ലായ്മ കൊണ്ടാണ്. അത് ആദ്യം അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ. അല്ലാതെ ഡ്രസ് കോഡ് ഞങ്ങൾ സ്വാതന്ത്ര്യം നേടിക്കൊണ്ട് വരികയാണ്, അതിനകത്തപ്പൻ്റെ അത് കോരി ഒഴിച്ചു എന്ന നിലയിലോട്ട് പറയാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതിൻ്റെ തൊട്ട് അത് കോരി ഒഴിക്കും, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടു. ഏത് വർഷത്തിലാണ് അത് പബ്ലിഷ് ആയത്? അതിന് ഇത്രയും കയ്യടി. ജയ 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 ഹേ എന്ന സിനിമ കണ്ടു. അത് ഏത് വർഷത്തിലാണ് പബ്ലിഷ് ആയത്? ഇത്രയും കയ്യടി, ഇത്രയും അക്സെപ്റ്റൻസ്. ഞാനൊക്കെ എഴുന്നേറ്റ് നിന്നാണ് കൈയടിച്ചത്. ആ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച വ്യക്തിയാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്, വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുന്നത്. വസ്ത്രധാരണം ഒരു വ്യക്തിയുടെ അവകാശമാണെന്ന് പോലും മനസ്സിലാക്കാതെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത്. അവിടേക്ക് ഈ സിനിമകളിലൊക്കെ എന്താണ് പറയുന്നത്? ഒരു സ്ത്രീയുടെ അവകാശമാണ് അവൾ എന്ത് വസ്ത്രം ധരിക്കണമെന്നുള്ളത്. അതിനെ മറ്റാരും ചോദ്യം ചെയ്യുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അങ്ങനെയുള്ള സിനിമകൾ തിയേറ്ററിൽ വരുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല.
ഇവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് ഒന്നും ഇവർ പറയുന്നത് വേറൊന്നുമാണ്. അങ്ങനെയൊക്കെ തിയേറ്ററിൽ കിടന്ന് പെർഫോം ചെയ്യുന്ന ഒരു അലവിലേക്ക് ആ സിനിമ നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ പുല്ലിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഒരു അടി അവനായിട്ട് പൊട്ടിച്ചപ്പോൾ. അവിടെ എന്തിനാണ് അവൻ എന്ന് പറയേണ്ട ആവശ്യം? സിനിമയിലാണെങ്കിൽ ഓക്കെ, ഇതൊരു സ്ത്രീയായാലും പുരുഷനായാലും ആ ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തിയാണ് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യേണ്ടത്. ഇവിടെ ആണുങ്ങളെ അടിക്കുമ്പോൾ എന്തോ ഒരു ചിന്താഗതി ഉയർന്നു വന്നു എന്ന നിലയിലാണ് പറയുന്നത്. അവിടെ സംവിധായകൻ ഒരാണിനെ ആ പൊസിഷനിൽ എടുത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് കാണേണ്ടത് ഒരു വ്യക്തിയായിട്ടാണ്. അതിനി ആണായാലും പെണ്ണായാലും ചെയ്യുന്നത് തെറ്റാണ്. അവിടെ ആ ആണിനെ പോലെയാണ് ഇപ്പം ഈ പറയുന്ന വ്യക്തിയും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മഞ്ജുപിള്ളയുടെ മകളുടെ ഡ്രസ്സിനെ പറ്റി ഇത്രയും കുറ്റം പറയുന്നത്. ആ സിനിമയിലെ വ്യക്തികളെ പോലെയാണ് എനിക്ക് അവരുടെ സംഭാഷണം കേട്ടിട്ട് തോന്നുന്നത്. പഴയ കാലഘട്ടത്തിൽ ഹസ്ബൻഡിന്റെ പേര് പറയാൻ പഠിക്കുന്നവരുണ്ട്. അയൽക്കൂട്ടം മീറ്റിങ്ങിൽ പറയുന്നതാണ്, ഞാൻ 2 പെറ്റിട്ടാണ് ഞാൻ അങ്ങേരുടെ മോൻ തന്നെ കണ്ടതെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ട്. അഭിമാനമായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അടുക്കള വാരാന്തയ്ക്കിപ്പുറം പെണ്ണിന് സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്ന് നടന്ന കാര്യങ്ങളാണ്. സമൂഹം മാറി ചിന്തിച്ചു തുടങ്ങി, അതെല്ലാം മാറി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ വീണ്ടും അതുകൊണ്ട് വന്നിരിക്കുക. ഇവിടെ മഞ്ജുപിള്ളയുടെ മകളൊരു ഡ്രസ്സ് ഇട്ടേന് പഴയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിരിക്കുക. അതൊക്കെ മാറി മറിഞ്ഞതൊക്കെ അറിഞ്ഞില്ലേ? ആ മാറ്റം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണ് ഇരുന്ന് ഒരു വിവാഹം അത് നിശ്ചയിക്കാൻ ഒക്കത്തില്ല. പെണ്ണ് മാത്രമാണുണ്ടെങ്കിൽ അവിടെ ഒരു വിവാഹ ബന്ധത്തിന് ചർച്ച വയ്ക്കത്തില്ല. ആണുങ്ങൾ വേണം, മാമാമാരെ വിളിക്കണം. ഇന്നത് മാറി വരുന്നു. മുലഞ്ഞെട്ടിൽ വെള്ളയ്ക്ക തുന്നി പിടിപ്പിച്ചിരുന്നു റൗക്ക ഇട്ടതിന്. ഒരുപാടൊന്നുമില്ല, 30കളിൽ 1930കളിൽ അന്ന് നടന്ന ചാന്നാർ ലഹള. മാറുമറയ്ക്ക സ്വാതന്ത്ര്യമില്ല. പെണ്ണുങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട്. ഈ കുട്ടി 13 വയസ്സുള്ള കുട്ടീനെയാണ് കൊണ്ടുപോയി ചെന്നാഭിന്നമാക്കി കൊന്നു കളഞ്ഞത്. 30ഓളം പേര്. ഇന്നും സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാത്രമാണ്. എത്ര പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്കൊക്കെ എന്താ മനസ്സിലാക്കാത്തെ? നീ ഒരു മെറ്റീരിയൽ ആണോ? നോ കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയും? ഇവരെന്താണ് ഈ കാണിക്കുന്നത്? ഇത്രയും ദേഷ്യപ്പെടാൻ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെയൊക്കെ ഇവർ പറയുന്നുണ്ട് ഇതാണോ സ്വാതന്ത്ര്യം എന്ന്. പിന്നെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവരിഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അതിലെന്താണ് ഇവിടെ തെറ്റ്? ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത് തെറ്റാണോ? ഇവരേതോ ദേഷ്യം വെച്ച് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇല്ലെങ്കിൽ മഞ്ജുപിള്ളയുടെ മകളെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യേണ്ട അവസ്ഥ എന്താണ്? ഇവിടെ ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മഞ്ജുപിള്ളയുടെ മകൾ അങ്ങനെ ഒരു ഡ്രസ്സ് ധരിച്ചത് കൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്ന നിലയിലേക്കാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് മഞ്ജുപിള്ളയുടെ മകൾ അങ്ങനെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇങ്ങനെ പീഡനം നടക്കുന്നു, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, ഇതൊക്കെയാണ് നിങ്ങൾ കാരണം ഇവിടെ ഉണ്ടാകുന്നത് എന്ന നിലയിലേക്ക് വരുത്തി തീർക്കുകയാണ്. അവിടെ ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അവർ തന്നെയാണ്. അവിടെ ആ കുട്ടിയുടെ ഡ്രസ്സാണ് പ്രശ്നമായത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരുടെ ചിന്താഗതി തെറ്റാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പൊതു ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചു നോക്ക്. വീട്ടിൽ ചെന്നിട്ട് വേണം ചോറും കറിയും വെക്കാൻ, അവിയലിൽ ഉണ്ടാക്കണം, സാമ്പാറിന് ഉണ്ടാക്കണം, എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം. അപ്പോഴും ഭർത്താവ് വരും, ബാ നമുക്കൊന്ന് കളിക്കാം. ഇതിലൊക്കെ വില്ലിക്കാൻ വേണ്ട ഓട്ടപ്പാച്ചിൽ ഭ്രാന്തെടുത്ത് ഓടുന്ന ഓരോ വീട്ടമ്മമാരും ഫേസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ആ കൈകൾ തോണ്ടൽ. അതും വസ്ത്രധാരണമായിട്ട് എന്താണ് ബന്ധം? ഇവിടെ പലരും തോണ്ടിയിട്ടുള്ള സ്ത്രീകൾ അവരെല്ലാം മോശം വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നുകൊണ്ടാണോ തോണ്ടിയത്? അതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവിടെ ബസ്സിലെ പല സ്ത്രീകളെയും തോണ്ടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ പല വിവരങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ളപ്പോൾ അവരെയൊക്കെ തോണ്ടുന്നത് അവർ ധരിക്കുന്ന വസ്ത്രം കൊണ്ടാണോ, അല്ലെങ്കിൽ അവർ ധരിച്ച വസ്ത്രം കൊണ്ടാണെന്നാണോ പറഞ്ഞു വയ്ക്കുന്നത്? എന്താണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്? ഒന്നും ചിന്തിക്കാതെയാണ് ഇവർ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെയൊക്കെ ഈ ബസ്സിൽ നടക്കുന്ന തോണ്ടലുകളെല്ലാം അവരുടെ വസ്ത്രധാരണം കൊണ്ടാണെന്നാണോ പറഞ്ഞു വയ്ക്കുന്നത്? നിങ്ങൾ പറഞ്ഞ രീതിക്ക് അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ മഞ്ജുപിള്ളയുടെ മകളുടെ വസ്ത്രധാരണവും ബസ്സിലെ തോണ്ടലുമായിട്ട് എന്താണ് ബന്ധമുള്ളത്? അതാദ്യം വ്യക്തമാക്കണം. അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കളാണ്, വേഷജന്മങ്ങളാണ്. പറഞ്ഞാൽ തിരിയത്തില്ലയോ? ഇതും നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജുപിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10 15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല, എവിടെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ. അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോട് പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ഇതിനൊക്കെ എന്താണ് പറയേണ്ടത്? ഇതേ രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട്. അത് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്. ഇവരിത്രയും ദേഷ്യപ്പെടാൻ വേണ്ടി മഞ്ജുപിള്ളയുടെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോന്നാത്ത നിറയെ പേരുണ്ട്. ഇവരെ പോലുള്ളവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ കുഴപ്പം മാത്രമാണ്. ആദ്യം നിങ്ങൾ പോയി ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക. മഞ്ജുപിള്ള ഇത് കാണുന്നില്ലേ? ഈ മകൾ കാണിക്കുന്ന ഈ തോന്നിവാസം കാണുന്നില്ലേ? പെമ്മക്കൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരെ പഠിപ്പിക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള ടൈമാക്കി കൊടുക്കുക. ഇവിടെ ഇപ്പം ആർക്കാണ് വിദ്യാഭ്യാസം വേണ്ടതെന്നുള്ളത്
ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. ഒട്ടും വിദ്യാഭ്യാസമില്ലാത്ത ഒരാളെ പോലെയാണ് സംസാരിക്കുന്നത്. ആദ്യം ഭരണഘടന എന്താണ്, സ്വാതന്ത്ര്യം എന്താണ്, മൗലിക അവകാശങ്ങൾ എന്താണെന്ന് പഠിക്കുക. പറഞ്ഞു കൊടുത്തപ്പോ അരയും കുറെ ഇട്ട് തുള്ളി കളിക്കുന്ന നീയൊക്കെ എന്താണ് പറയണേന്ന് അറിയാമോ? പച്ച മലയാളത്തിൽ പറയാം, എന്റെയിലുണ്ട് ഇതൊക്കെ. തുളയും വരയും വടയും ഉണ്ട്, വരൂ, ആയിക്കോ, ഞാൻ റെഡി. അതാണോ നീ മഞ്ജുപിള്ള വളർത്തിയ മകളെ? നീ അതാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ഫാഷൻ അല്ലടി, ഇതിന്റെ പേര് ഫാഷൻ എന്നല്ല പറയാ, ഇത് പച്ചയ്ക്ക് വ്യഭിചാരം. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നവരെ പച്ചയ്ക്ക് വ്യഭിചാരം എന്ന് പറഞ്ഞ ഇവരെ എന്താണ് പറയേണ്ടത്? ഇവിടെ ആദ്യം വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ഇവർക്കാണ്. എന്താണെന്ന് വെച്ചാൽ ആദ്യം എന്താണ് നമ്മുടെ ഭരണഘടന, എന്താണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത്, എന്താണ് ഒരാളുടെ സ്വാതന്ത്ര്യം, എന്താണ് വസ്ത്രധാരണം, അതിൽ നമ്മുടെ ഭരണഘടന തരുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പഠിക്കണം. കാരണം അതിനനുസരിച്ചാണ് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കേണ്ടത്. വസ്ത്രം എന്ന് പറയുന്ന ഒരു വിഭാഗം ജനത ഇവിടെ മൂടപ്പെടുകയാണ്, മുഖം വരെ മറക്കപ്പെടുകയാണ് പെൺകുട്ടികളുടെ. അവർ ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തുന്നത് ഇത്തരത്തിലുള്ള വൾഗാരിറ്റി കാണുമ്പോഴത്തേക്ക് ഭയപ്പെട്ടിട്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ സംസാരിക്കുന്നവരാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും മഞ്ജുപിള്ള ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ആ പ്രതികരണം കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാൻ മോഡലായിട്ട് ഒരു പിക്ചർ ഇട്ടാൽ തന്നെ അവർ പറയും തുണിയില്ല, സ്കിൻ കാണിക്കുന്നു. ആ ഡിസൈനറിന്റെ ഡിസൈനാണ് ഞാൻ ഇടുന്നത്, എനിക്ക് തുണിയില്ല എന്നൊരു പിക്ചർ എടുക്കിട്ടാന്നേ ഉള്ളൂ അവർ പറയുന്ന രീതി വെച്ചിട്ട്. പക്ഷേ ആസ് എ മോഡൽ ഐ ഗെറ്റ് പെയ്ഡ് ടു വെയർ അവരുടെ ഡ്രസ്സ്, അതേ ഞാൻ ചെയ്തുള്ളൂ. അതിൽ കുറേ ഹേറ്റ് കംസ്. ഇത് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറയാം. ഒരു ചേച്ചി എനിക്ക് റിപ്ലൈ ആണ്, ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതിന് യു ഷുഡ് ഗെറ്റ് പെയ്ഡ്. എൻ്റെ കമന്റിലല്ല, പേഴ്സണലി മെസ്സേജ് അയച്ചത്. ഞാൻ അവരുടെ ബയോ എടുത്ത് നോക്കിയപ്പോൾ കൊച്ചിനെ കൊണ്ടാണ് നിൽക്കുന്നത്, മകളെയും കൊണ്ടാണ് ആ അമ്മ നിൽക്കുന്നത്. എന്നിട്ട് മറ്റെന്തോ ബൈബിളിലെ ഒരു വേഴ്സും ഉണ്ട്, സാം 1-2 എന്തൊക്കെയോ പറഞ്ഞത്, ദൈവത്തിനെ കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമ്മ. അപ്പം ഞാൻ ആലോചിക്കും, ഇങ്ങനെയൊക്കെ ദൈവവിശ്വാസി ബൈബിളിൽ ഏതൊക്കെ ഉണ്ട്, മകളുണ്ട്, ഹൗ ഡേ ലൈക്ക് ഇങ്ങനെ ഒരു കമന്റ് പറയാൻ ലൈക്ക് എന്താണ് ട്രിഗർ ആയെന്ന് എനിക്ക് മനസ്സിലായി. ഐ ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ഗൈസ്. ശരിക്കും ഞാൻ വിചാരിച്ചു എനിക്ക് അധികം ഫാൻസ് ഒന്നും ഉണ്ടാവില്ല എൻ്റെ മാളത്തരം കാണാൻ വേണ്ടി പിക്ചേഴ്സ് ആൾക്കാർ ഫോളോ ചെയ്യുന്നതാണ്. ബട്ട് നോ, ഹൗ മെനി പീപ്പിൾ ആക്ച്വലി ഡു കെയർ അബൌട്ട് മീ ആൻഡ് ലവ് മീ. ഇറ്റ് ഈസ് ഐ എം സ്പീച്ച്ലെസ്. താങ്ക് യു സോ മച്ച്. ഞാൻ അത് ആലോചിച്ച് ചിന്തിക്കാം, ആ കാര്യത്തിലാണ് ഒപ്റ്റിമിസ്റ്റിക്. സോ അത് ആലോചിച്ച് ചിന്തിക്കാം, ലൈക്ക് വാവ്, ഇത്രയും സ്നേഹം ഐ എം ഗെറ്റിംഗ് ഫ്രം പീപ്പിൾ. ഇറ്റ്സ് ഒരു കൊച്ചുഞ്ഞിവിടെ വോയിസ് മെസ്സേജ് അയച്ചു, അത് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു, ചേച്ചി ഇനിയും പോസ്റ്റ് ചെയ്യണം കേട്ടോ, ചേച്ചി കാരണം ഞാൻ മേക്കപ്പ് ചെയ്യാൻ പഠിച്ചു, ചേച്ചി എനിക്ക് ഇനിയും മേക്കപ്പ് പഠിപ്പിച്ചാൽ. ഞാൻ ഇതൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ, ടു ഇൻസ്പയർ പീപ്പിൾ ടു ബി ദംസെൽഫ് ആൻഡ് ടു ടീച്ച് ദം വാട്ട് ഐ നോ. സോ ഞാൻ ഒരു കാര്യം പഠിപ്പിക്കട്ടെ. നിങ്ങളുടെ കാശുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പൂ മേടിച്ച് നിങ്ങൾ വീട്ടിൽ നോക്കുക. ഒരാഴ്ച 10 ദിവസമായിട്ട് ഇത് പോകും. ശരിക്കും ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി ഒരു പൂ എങ്ങനെ നോക്കേണ്ടതെന്ന്, അത് കറക്റ്റായിട്ട് വന്നോളൂ. ഞാൻ കണ്ടിരുന്നത് ഇതൊക്കെ പെട്ടെന്ന് മരിക്കണ്ടേ, പക്ഷേ ഇതുണ്ടോ, ഞാൻ സസ്റ്റൈനിങ് ഇറ്റ്. മരിക്കോളം മരിക്കും, പക്ഷെ അത് നമുക്ക് എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാം, നമുക്ക് സസ്റ്റൈൻ അത് എങ്ങനെ ചെയ്യാം അറിയേണ്ടത്. സോ സജസ്റ്റിംഗ് ഓൾ ദ ബോയ്സ് ഹു വാച്ചിങ് ദിസ്, ആൻറ്റിമാർ, അമ്മച്ചിമാർ, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഫാൻസ്, പ്ലീസ്, എൻ്റെ ഫാൻസ്, ബൈ സം ഫ്ലവേഴ്സ്. സെൽഫ് ലവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ കണക്കാക്കുന്നതാണ് ഇത്. നിങ്ങൾക്ക് സെൽഫ് ലവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ദാറ്റ്. ഇനി ഇതും കൂടെ ഒന്ന് വിരിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു സെറ്റ് വാങ്ങിക്കാൻ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കാശില്ലാത്തവർക്ക്, കാശിൻ്റെ ബഡ്ജറ്റ് സ്ട്രഗിൾ ഉള്ളവർക്ക് പുറത്തിറങ്ങി തൽക്കാലം അവിടെ ഇവിടെ കാണുന്ന കുറച്ച് പൂക്കൾ ആൾക്കാരുടെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാവും, അതൊക്കെ പറിച്ച് ഒരു ചെറിയൊരു ബുക്ക് ഉണ്ടാക്കി അതിനെ സൂക്ഷിക്കുക, അതിനെ നോക്കാം. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുന്നത് തന്നെ, അയ്യോ എൻ്റെ പൂ വിരിഞ്ഞു ആദ്യമായിട്ടോ. ഇങ്ങനെ എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല, പൂ വിരിഞ്ഞു ലിവിംഗ് റൂമിൽ വരുമ്പോൾ തന്നെ ലില്ലീസിൻ്റെ ഒരു മണമുണ്ട്. It's great. So I would suggest you to do this. Girlies who has money, go buy that bouquet of flowers. Don't wait for anyone else to give you that. I did. That was my mistake. Anyway, yeah. So ഇതാണ് എനിക്ക് പറയാനുള്ള സംഭവം. Thank you guys for checking up on me. I am doing fine. ഞാനിത് ഒരു മാസ്ക് ഇട്ട് പറയാനല്ല, I am actually fine. പേഴ്സണൽ ലൈഫിൻ്റെ കാര്യം സങ്കടം ഉണ്ടായിരുന്നു, പക്ഷേ I am getting better. But this is not affecting me at all. ബിക്കോസ് ഐ ഹാവ് പീപ്പിൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, നിങ്ങൾ. താങ്ക് യു സോ മച്ച്. ഇതൊന്ന് പറയണം ഞാൻ വന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാവരും മരിക്കും, എല്ലാവരും മണ്ണിൻ്റെ അടിയിൽ തന്നെ പോകുന്നത്. എനിക്കത് മാത്രമേ പറയുള്ളൂ. ഇവിടെ ഈ വസ്ത്രധാരണമൊക്കെ കണ്ടിട്ട് ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുകയാണ്, ഇതൊക്കെ എന്താണ് മക്കളെ എന്നൊക്കെ ചോദിക്കുന്ന കുറേ പേരുണ്ട്. അവിടെയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കുട്ടികളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതും ഈ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചൊക്കെയാണ്. അതുപോലെ തന്നെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ മോശം പ്രവൃത്തിയും ചെയ്യുന്നതും ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചാണ്. അവിടെയൊക്കെ എന്തുകൊണ്ട് ദൈവം അതിലൊന്നും ഇടപെടുന്നില്ല? പിന്നെ ഇവിടെ ആരാ കറുമ്പി, ഇവിടെ എന്താ മഞ്ജുപിള്ള മോള് ഇങ്ങനെയാണോ നോക്കുന്നത്?
മഞ്ജുപിള്ള എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ കമന്റ്സ് ഉണ്ട്. അപ്പൊ ഐ എം സ്റ്റിൽ ലൈക്ക് അപ്പോഴും മഞ്ജുപിള്ളയാണ് സുഹൃത്തുക്കളല്ല. അച്ഛനൊരു മെയിൽ സൊസൈറ്റിയിലെ മെയിൽ ആയതുകൊണ്ട് അച്ഛൻ അങ്ങനെ അധികം പറയത്തില്ല. മെയിൻലി മഞ്ജുപിള്ള ഫീമെയിൽ, ഒരു സൊസൈറ്റിയിൽ ഒരു ഫീമെയിൽ ആയതുകൊണ്ടും ഐ തിങ്ക് അമ്മയുടെ പേരിലാണ് മോസ്റ്റ് എനിക്ക് ഹേറ്റ് കമന്റ്സ് വരുന്നത്. അമ്മയുടെ പേരിൽ മഞ്ജുപിള്ളയുടെ മകൾ എന്ന രീതിയിൽ. സുഹൃത്തുക്കളുടെ മകൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ കമന്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ കുറെ ഹേറ്റ് കമന്റ്സ്. പിന്നെ പറയും യു ആർ ജസ്റ്റ് ആൻ ആവറേജ് ലുക്കിംഗ് ഗേൾ. ഐ ആം ജസ്റ്റ് ആൻ ആവറേജ് ഗേൾ. ഐ നോ ദാറ്റ്. എനിക്ക് അത്യാവശ്യം സൗന്ദര്യമുണ്ട്. ഐ ബിലീവ് ദാറ്റ് ഐ എം പ്രെറ്റി. ബാക്കിയുള്ളവരും ദേ പ്രെറ്റി ഇൻ ദെയർ ഓൺ വേ. പക്ഷെ എന്നാലും ആവറേജ് ഗേൾ. എന്തുണ്ട്, കാണാൻ എന്തിരിക്കുന്നു, കറുത്തിരിക്കുന്നു, നോ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, ഹൂ ഡു യു തിങ്ക് യു ആർ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ് വരും. പിന്നെ അമ്മ നീ നിഗ്ലക്ട് ആക്ക് കുറെ ഹേറ്റ് കമന്റ്സ് വരാറുണ്ട്. അപ്പൊ അമ്മ ജസ്റ്റ് നിഗ്ലക്ട് അത് മാറ്റണ്ട. ഇവള് ഒരുങ്ങി എന്തോ ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും അതിൽ വന്ന കമന്റ്, ഒരുങ്ങി അല്ലടാ ഫോട്ടോ ഇട്ടപ്പോൾ വന്ന കമന്റ്, മഞ്ജു പിള്ളയുടെ അത്ര സൗന്ദര്യമൊന്നും നിനക്കില്ല, അത് കണ്ട് നികളിക്കണ്ടെന്നുള്ള രീതിയിൽ. സത്യമാണ്. അപ്പൊ അവള് പറഞ്ഞു ഷീസ് ഗോഡസ്. അത് ശരിക്കും അങ്ങനല്ലേ? ഷീസ് ഗോഡസ്, എന്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് അവള് തിരിച്ച് മറുപടി ഇട്ടു. എന്തൊരു വിവരമില്ലായ്മയാണ് ആ പറയുന്നത്. അവളെക്കാട്ടും ഹേർട്ട് ചെയ്യുക തന്നെയല്ലേ. ഞാൻ സുന്ദരിയാണെന്ന് പറയുമ്പോൾ എനിക്ക് എന്താ അവന്റെ അടുത്ത് ആരാധന തോന്നുന്നു പറയുന്നവന്റെ അടുത്ത്. കൈ കിട്ടി അവളെ തല്ലി ഞാൻ കാലൊടിക്കട്ടെ കൊച്ചിനെ പറയുന്നോടാന്ന് ചേച്ചിക്ക് ജാനിയെ പറയുമ്പോഴാണ് ഏറ്റവും ട്രിഗർ ആവുന്നത് അല്ലേ? നിങ്ങൾ എന്നെ പറഞ്ഞോ, എന്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എന്റെ കുടുംബത്തിൽ കയറി കളിച്ചാൽ, എന്റെ ഫാമിലി, എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും കൂട്ടുന്നു പറഞ്ഞു. അല്ല ഞാൻ ഇതാവുന്നതല്ല, ഞാൻ എല്ലാത്തിനും കൂട്ടുന്നു പറഞ്ഞു. ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് കംപ്ലൈന്റ് എല്ലാത്തിനും ഞാൻ കൂട്ടുന്നു. മദർ അമ്മ എന്ന നിലയിൽ പറയാറുണ്ട് അമ്മ ലക്ഷ്മി ഞാൻ എന്റെ ഇവിടേക്ക് ഒന്നേ പറയാനുള്ളൂ, വസ്ത്രധാരണം അവരുടെ അവകാശമാണ്, അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ മറ്റാരെങ്കിലും കൈകടത്തുന്നതിൽ ഒരർത്ഥവുമില്ല. എന്തായാലും ഇപ്പോൾ അവരെന്തായാലും എയറിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുറേ പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും. അവരോടൊന്നും പറയാനില്ല. വിവരമില്ലായ്മ ഒരു തെറ്റല്ല. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.